ഈ ദേ ആരാ? എന്റെ അനിയത്തിയ. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ദേ എന്ന് വിളിക്കാമോ? അവളിപ്പോ ഇവിടെ ഇല്ലല്ലോ. എന്നാ ചേച്ചി ഒപ്പിട്ട് വാങ്ങിച്ചാലും മതി. ഇവിടെ ശരി. ദയയുടെ പേരിൽ ഇവിടെ ലെറ്റർ ഒന്നും വരാറില്ലല്ലോ. അവള് വീണ്ടും അഡ്രസ് ഇങ്ങോട്ടേക്ക് മാറ്റിയോ? അതെന്താ ഓഫീസ് ലെറ്റർ ആണല്ലോ. എന്തോ ഇൻഷുറൻസ് കമ്പനി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ, ഇത് ഫുള്ള് ഇംഗ്ലീഷിലാണല്ലോ. ഇതൊന്നും വായിച്ചാൽ എനിക്ക് മനസ്സിലാവുകയില്ല. ഞാൻ നോക്കാം. ചേച്ചി പറഞ്ഞ പോലെ ഇത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തന്നെയാണ്. ദയ നോമിനി ആയിട്ടുള്ള ഒരു 20 ലക്ഷത്തിന്റെ പോളിസി ക്ലെയിം ആയിട്ടുണ്ട്. അത് കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് ആയിരുന്നു. 20 ലക്ഷത്തിന്റെ പോളിസിയോ? അവളെ നോമിനിയാക്കി ഇത്രയും വലിയൊരു പോളിസി എടുത്തത് ആരാ? ആരായി? നന്ദു. നന്ദു? അതെ, നന്ദുവിന്റെ പേരിലുള്ള പോളിസി അയാളുടെ മരണശേഷം ഭാര്യയായ ദയക്ക് നഷ്ടപരിഹാരമായി കൈപ്പറ്റാമെന്നും ആവശ്യമായ ഡോക്യുമെന്റ്സുമായി ഹെഡ് ഓഫീസിലേക്ക് എത്തണമെന്നുമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. എന്താ നമ്മൾ ചേച്ചി ആലോചിക്കുന്നത്? ദയയുടെ ഭർത്താവ് ശബരിയല്ലേ? പിന്നെ ആരാ ഈ നന്ദു? ആർക്കറിയാം? അഡ്രസ് മാറി വന്നതാവാനാ സാധ്യത. അയാളെ വിളിച്ച് തിരിച്ചേൽപ്പിക്കാം. അതിങ്ങിതാ. ഏയ്, ഇത് അഡ്രസ് മാറിയതൊന്നും അല്ല. ഇത് ദയക്കുള്ളത് തന്നെ. നീ എന്താ കാണിക്കുന്നേ? നീ എന്തിനാ അതിന്റെ ഫോട്ടോ എടുക്കുന്നേ? അല്ല ചേച്ചി, ഇത് പോസ്റ്റ്മാന് തിരിച്ചു കൊടുത്താലും നമ്മുടെ കയ്യിലൊരു കോപ്പി സൂക്ഷിക്കുന്നത് നല്ലതാ. നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ ഉപയോഗപ്പെടും. ദയക്കൊരു പ്രശ്നം വന്നാ അത് വിനയനാണോ പരിഹരിക്കണ്ടേ? അതിനൊക്കെ ഇവിടെ വേറെ ആളുകളില്ലേ? ആയിക്കോട്ടെ ചേച്ചി, ഇത് അവർക്കായാലും ഉപയോഗപ്പെടും. അല്ലാതെ എനിക്കിത് എന്തിനാ? അവന്റെ പേര് നന്ദു എന്നല്ല ചേച്ചി. ആരുടെ? മരിച്ചുപോയ ഫോട്ടോഗ്രാഫറുടെ. അമ്പടി ചേച്ചി പേടിക്കണ്ട, എന്നോട് ചീരു എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇപ്പൊ ഇത് ആരാണാവോ കുത്തിപ്പൊക്കിയത്? ഈ കുടുംബം നന്നായി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്ന് കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള തന്ത്രമായിരിക്കും.